ഹലോ കൂട്ടുകാരെ, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പേര് എന്നോട് സംശയം ചോദിച്ചിരുന്നു ലൈവ് ചെയ്യുന്നതിനെക്കുറിച്ച്. ലൈവ് ചെയ്താൽ അതെങ്ങനെയാണ്, അത് വാച്ച് അവേഴ്സൊക്കെ കൂടുമോ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ചെറിയ കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ലൈവിനെ കുറിച്ച് കുറച്ച് ദിവസം മുമ്പ് ഒരു അപ്ഡേറ്റ് വന്നിരുന്നു യൂട്യൂബിൽ നിന്നും. അതിനെക്കുറിച്ചിട്ടാണ് ആദ്യം പറയാൻ പോകുന്നത്. യൂട്യൂബിൽ നിങ്ങൾക്കറിയാം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും എല്ലാം തന്നെ നമ്മൾക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. കമ്മ്യൂണിറ്റി പോസ്റ്റും ഇടാം, അതോടൊപ്പം തന്നെ ലൈവ് സെക്ഷനും ഇടാം. പക്ഷേ കുറച്ചാളുകൾ മാത്രമേ ലൈവ് എന്ന ഈ ഫീച്ചർ ഉപയോഗിക്കുന്നുള്ളൂ. ഗെയിംസൊക്കെ ലൈവ് ചെയ്ത് ഇഷ്ടംപോലെ പൈസ അതിൽ നിന്നും ഉണ്ടാക്കുന്ന ധാരാളം ക്രിയേറ്റേഴ്സ് ഉണ്ട്. പക്ഷേ എല്ലാവരും ലൈവ് സെക്ഷൻ അത്ര കണ്ട് ഉപയോഗിച്ച് കാണുന്നില്ല. യൂട്യൂബ് തുടങ്ങുമ്പോൾ നമ്മൾക്ക് ലൈവ് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം അതിന് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ലൈവ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുമുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നിട്ട് യൂട്യൂബ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ മാറ്റി നിങ്ങളുടെ ചാനലിൽ 50 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലൈവ് ചെയ്യാനും ചാനലിലേക്ക് കൂടുതൽ എൻഗേജ്മെൻറ്റ്സ് വ്യൂസും ഒക്കെ കൊണ്ടുവരാനും സാധിക്കും. മുമ്പ് വന്നിട്ട് ലൈവ് ഹൊറിസോണ്ടലായിട്ടായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ വെർട്ടിക്കലായിട്ട് ലൈവ് സെക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അതിലൂടെ കൂടുതൽ റീച്ചും എൻഗേജ്മെൻറ്റ്സും ഒക്കെ വരും. സാധാരണ ആളുകൾ ലൈവ് ചെയ്യുന്നത് മൊബൈലിൽ കൂടെ ആയതുകൊണ്ട് വെർട്ടിക്കലായി ലൈവ് ചെയ്താലും ആളുകൾക്ക് കൂടുതലായിട്ട് കാണാനുള്ള സൗകര്യവും എൻഗേജ്മെൻറ്റും റീച്ചും ഒക്കെ കൂടുതലും വെർട്ടിക്കൽ വീഡിയോസിലാണ് കിട്ടുക. സാധാരണ എല്ലാവരും ഷോർട്ട് വീഡിയോ ഒക്കെ വെർട്ടിക്കലായിട്ടാണല്ലോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ലൈവും നമ്മൾ വെർട്ടിക്കലായിട്ട് ചെയ്താൽ തീർച്ചയായിട്ടും കൂടുതൽ റീച്ച് കിട്ടും, അതുപോലെ എൻഗേജ്മെൻറ്റ്സും. അതുപോലെ ലൈവിൽ കൂടെ നമുക്ക് വാച്ച് അവേഴ്സും കൂടുതലായിട്ട് കിട്ടാനുള്ള നല്ല സാധ്യതയുണ്ട്. അപ്പോൾ മെയിനായിട്ട് പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. ഒന്ന് വന്നിട്ട് ഈ ലൈവ് തുടങ്ങാൻ പുതിയ യൂട്യൂബേഴ്സിനുള്ള ക്രൈറ്റീരിയ, അത് വന്നിട്ട് 50 സബ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലൈവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ യൂട്യൂബിൽ നിന്നും കിട്ടും. രണ്ടാമത് വെർട്ടിക്കലായിട്ട് ലൈവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും മുൻപ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് ലൈവ് സെക്ഷൻ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഹാഫ് മോണറ്റൈസേഷൻ ഉള്ള ചാനൽ ആണെങ്കിൽ നമ്മൾക്ക് ഫാൻ ഫണ്ടിങ്ങിലൂടെ ലൈവ് ചെയ്താൽ അതുവഴിയും ഏർണിങ്സ് കിട്ടും. അപ്പോൾ ഇത് കാരണം നമ്മൾക്ക് ഈ ഹാഫ് മോണറ്റൈസേഷൻ എത്തുമ്പോൾ തന്നെ എല്ലാവർക്കും ഫാൻ ഫണ്ടിങ് പോലുള്ള കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ട് ഏർണിങ്സ് തുടങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ലൈവ് സംബന്ധിച്ചിട്ടുള്ള നിങ്ങൾക്ക് അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കുറച്ച് പേര് വന്നിട്ട് പതിവായിട്ട് കാണുന്നവരെ ഈ വീഡിയോസിലോട്ട് അങ്ങനെ കാണുന്നില്ല. ചിലർ പറയുന്നുണ്ട് അവർ ബിസിയായിട്ട് ആണ്, അതുപോലെ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. വന്നിട്ട് കുറച്ച് പേര് പെൻഡിങ് ഉള്ള വീഡിയോസൊക്കെ ഒരുമിച്ച് കാണുന്നുമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷനും എൻ്റെ സ്ട്രെങ്ത്തും. ഞാൻ പറയാതെ തന്നെ ഒരുപാട് പേര് വീഡിയോസ് കണ്ട് ലൈക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ വളരെയധികം നല്ല കമൻസും എനിക്ക് തരാറുണ്ട്. അപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ഇതുവരെയും സബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് മറക്കരുത്. ഇതുപോലെ പുതിയ നല്ല നല്ല ടോപ്പിക്സും നിങ്ങൾക്ക് അറിയാനായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാ ദിവസവും ഞാൻ രാവിലെ 9 മണിക്ക് നിങ്ങളുടെ കൂടെ വന്ന് ഷെയർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വന്നിട്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾക്ക് ഉടൻ തന്നെ കാണാം.